ഹായ് എവരിവൺ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വേണം എന്നുള്ള കുറേയധികം കമന്റുകളുടെ ബേസിലാണ് നമ്മൾ ഈ സീരീസ് ചെയ്യുന്നത്. ഒന്നിലധികം വീഡിയോകൾ ചെയ്യണം റിസർച്ചിലെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ സീരീസിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നെടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അടക്കം ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഈ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്നതിലൂടെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളൊന്ന് റിവിഷൻ നടത്താനും അഡീഷണൽ പോയിന്റ്സ് കിട്ടാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കളിലേക്ക് അയക്കുകയും നിങ്ങളുടെ കമന്റുകൾ ഒന്ന് പറയുകയും ചെയ്യാം. ഐഡന്റിഫൈ ദി കറക്റ്റ് ഓർഡർ ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്സ് ഇൻ എ റിസർച്ച് പ്രോസസ്. ഒരു റിസർച്ച് പ്രോസസ്സിലെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്, അതുപോലെ ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, ഡിഫൈനിങ് ദ റിസർച്ച് പ്രോബ്ലം, കളക്ഷൻ ഓഫ് ഡേറ്റ, പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ എന്നിങ്ങനെയാണ് സ്റ്റെപ്പുകൾ വരുന്നത്. ഇതിലെ കൃത്യമായിട്ടുള്ള ഓർഡർ ആണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ തന്നെ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് കറക്റ്റ് ഓർഡർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ഉത്തരവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്തിട്ടാണ് ബാക്കി സ്റ്റെപ്പുകളിലേക്ക് പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ CABED എന്നുള്ളതാണ് ഓപ്ഷൻ. CABED. ഈ തന്നിരിക്കുന്ന സ്റ്റെപ്പുകളിലെ ഓർഡർ ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്, നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ആദ്യം റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷന് വേണ്ടി ലിറ്ററേച്ചർ റിവ്യൂ നടത്തുക, അതിനുശേഷം ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുകയും റിസർച്ച് ഡിസൈൻ തയ്യാറാക്കി ഡേറ്റ കളക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്ന 5 സ്റ്റെപ്പുകളുടെ കൃത്യമായിട്ടുള്ള ഓർഡർ. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ അത് കഴിഞ്ഞിട്ടുള്ള ഫർദറായിട്ടുള്ള ഇൻഫർമേഷനുകൾ ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചൊന്നും അഡീഷണൽ ആയിട്ട് പറയാനില്ലാത്തത് കൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല. ഇത് കറക്റ്റ് ഓർഡർ ഇങ്ങനെയാണ് വരുന്നതെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഡിഫൈൻ ദ റിസർച്ച് പ്രോബ്ലം, റിവ്യൂ ദ ലിറ്ററേച്ചർ, ഫോർമുലേറ്റ് എ ഹൈപ്പോത്തിസിസ്, പ്രിപ്പയർ ദി റിസർച്ച് ഡിസൈൻ, പിന്നെ ഡേറ്റ കളക്ട് ചെയ്യുക. ഒടുവിലത്തെ 2 സ്റ്റെപ്പുകളാണ് അനലൈസ് ദി ഡേറ്റ, ഡ്രോ കൺക്ലൂഷൻസ് ആൻഡ് റിപ്പോർട്ട് യുവർ ഫൈൻഡിങ്സ്. ഇതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓർഡർ എന്ന് ഓർത്ത് അതുകൂടി ഒന്ന് നോട്ടിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പഠനത്തിന് തീർച്ചയായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. 5 സ്റ്റെപ്പുകളാണ് നൽകിയതെങ്കിൽ അടുത്ത സ്റ്റെപ്പുകൾ കൂടി ഡേറ്റ അനാലിസിസും അതിനെ ബേസ് ചെയ്തുള്ള കൺക്ലൂഷനും റിപ്പോർട്ടിങ്ങും ആണ് ഒടുവിലത്തെ ഇതിൽ നൽകിയിട്ടില്ലാത്ത സ്റ്റെപ്പുകളെന്ന് കൂടി ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇതുമൊക്കെ വളരെ ഈസി ആയിട്ട് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, നെറ്റ് പരീക്ഷയിൽ കോമൺ സെൻസും ലോജിക്കും ഉണ്ടെങ്കിൽ ബേസിക് മാത്തും ബേസിക് ഇംഗ്ലീഷ് സ്കില്ലുകളും, ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടിയുടെ ഇംഗ്ലീഷ് മാത്ത് സ്കില്ലുകളും അതോടൊപ്പം കോമൺ സെൻസും, നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അറിയാം, ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പേപ്പർ 1 മിനിമം ഒരു 20 ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. 50 ചോദ്യങ്ങളിൽ 20 ചോദ്യം, 40% ആണ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അത്രയും മാർക്ക് നേടിയാൽ മാത്രമേ നിങ്ങളെ നെറ്റിലേക്കും JRF-ലേക്കും പരിഗണിക്കൂ എന്ന പ്രോസ്പെക്ടസിൽ പറയുന്നത്. ആ മാർക്കിൽ എത്താൻ പറ്റും. അതേ ലോജിക്കിലുള്ള ഒരു ചോദ്യമാണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ റിസർച്ച്? റെസ്പെക്ട് ഫോർ പാർട്ടിസിപ്പൻസ് വേണോ? എത്തിക്കലി വേണോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇൻഫോംഡ് കൺസെന്റ് ആവശ്യമാണോ? ജസ്റ്റിസ് ഫോർ പാർട്ടിസിപ്പൻസ്, അവർക്ക് നീതി ഉറപ്പാക്കേണ്ടതായിട്ടുണ്ടോ? ഏറ്റവും ഒടുവിലായിട്ട് വോളണ്ടറി ഡിസെപ്ഷൻ, ഡിസീവ് ചെയ്യുക, ഡിസെപ്ഷൻ നല്ല വാക്കാണോ? ഇംഗ്ലീഷിന്റെ അർത്ഥം അറിയണം കേട്ടോ. കൊയേഴ്സീവ് കൺസെന്റ്, കൊയേഴ്സ് ചെയ്യുക, നിർബന്ധിച്ച് സമ്മതിപ്പിക്കുക. അപ്പോൾ ഇതില് ഈ ഓപ്ഷൻസ് ഇങ്ങനെ തരുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അതാ. നോക്കിയേ, നമുക്ക് ഈ ഡിയും ഇയും ഒക്കെ ആൻസർ ആയിട്ട് വരില്ല എന്നറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. നോക്കിയേ, ഡിയും ഇയും വരില്ല എന്ന് പറഞ്ഞാൽ തന്നെ ബിയും സിയും ഡിയും ഒക്കെ നമുക്ക് ഒഴിവാക്കാം. ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, A, B, C ഓൺലി. നോക്കാം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താന്ന്. റെസ്പെക്ട് ഫോർ പാർട്ടിസിപ്പൻസ്, ഇത് ഞാൻ ഫർദറായിട്ട് പറയണോ? നമ്മുടെ റിസർച്ച് സ്റ്റഡി പങ്കെടുക്കുന്നവരുമായിട്ട് നമുക്കൊരു ബഹുമാനം ഉണ്ടാവണം. ഇൻഫോംഡ് ആയിട്ടുള്ള കൺസെന്റ്, നിങ്ങളിലൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ
എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത്, ഈ പഠനത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ പബ്ലിഷ് ചെയ്യും എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം എൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് അനുമതി വാങ്ങാൻ. അതാണ് ഇൻഫോംഡ് കൺസെന്റ്. അതുപോലെ പാർട്ടിസിപ്പൻസിനോട് ഫെയർനെസ്സും ഇക്വിറ്റിയും ഒക്കെ ഉറപ്പാക്കണം. സെലക്ഷനും റിക്രൂട്ട്മെന്റും എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അൺബയസ്ഡ് ആയിട്ട്, ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ നടത്തണം. ആ രീതിയിൽ പാർട്ടിസിപ്പൻസിനോട് നീതി പുലർത്തണം. മറ്റ് രണ്ട് സാധനങ്ങൾ എന്താ? ഡിസീവ് ചെയ്യുക, ഡിസെപ്ഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, തെറ്റിദ്ധരിപ്പിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അത് ആവശ്യമാണോ? അത് എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസ് ആണോ? ഒരിക്കലും അല്ല. അതുപോലെ കൊയേഴ്സ്ഡ് കൺസെന്റ്, നിർബന്ധിച്ച് ഒപ്പിടിയിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണ് കൊയേഴ്സീവ് കൺസെന്റ് എന്ന് പറയുന്നത്. ഇൻഫോംഡ് കൺസെന്റ് ആണ് വേണ്ടത്. നമുക്കപ്പോൾ വാക്കുകളുടെ അർത്ഥം അറിയാമെങ്കിൽ തന്നെ ഈ രണ്ടാം ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുമായിരുന്നു. ആർക്കൊക്കെ ശരിയായി? സ്വയം ചിന്തിക്കുക. കുറച്ചൊന്ന് പരന്ന വായനയ്ക്കായിട്ട് ടെഡ് ടോക്സും അതുപോലെ പത്രങ്ങളുടെ എഡിറ്റോറിയലും ഒക്കെ ഇംഗ്ലീഷ് വീക്ക് ആണെങ്കിൽ വായിക്കുന്ന ശീലമാക്കുക. ഒരു 30 to 60 ഡേയ്സിൽ ചെറിയ ഇമ്പ്രൂവ്മെന്റുകളും ഒരു 6 months to 1 year കൊണ്ട് ഭാഷാപരമായ കഴിവുകളിൽ മികച്ച ഇമ്പ്രൂവ്മെന്റും വരുത്താൻ പറ്റും. അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന സ്കില്ലാണെന്ന് കൂടി ഓർക്കുക. Given below are two statements. In case R, research study leads to generation of more research. In case R എന്നുള്ളത് അവിടെ എന്തോ ഒരു in case the research study, ഇവിടെ ദി എന്ന് വായിക്കേണ്ടി വരുമായിരിക്കണം, എന്തോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. In case the research study leads to generation of more research, then we will say it contain heuristic value. ഹ്യൂറിസ്റ്റിക് എന്നുള്ള വാക്ക് നമ്മൾ ആവർത്തിച്ച് കാണുന്ന റിസർച്ചിലൊക്കെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നുള്ള ഒരർത്ഥവും ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു കോണ്ടെക്സ്റ്റിലെ അർത്ഥമാണ് ഇവിടെ വരുന്നത്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നു, ദി ഡിസ്കഷൻ സെഷൻ ഡസ് നോട്ട് അലോ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ റൈറ്റിംഗ് ടു ദ റിസർച്ചർ. ഡിസ്കഷൻ സെഷനിൽ റിസർച്ചർക്ക് ഫ്രീഡം ഒന്നും നൽകുന്നില്ല എന്ന്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഈ ചോദ്യം ഹ്യൂറിസ്റ്റിക് വാല്യൂ നൽകുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണെന്ന് കാണാം. ഇൻ കേസ് അവിടെ ആർന്ന് വന്നിടത്ത് എ എന്നായിരുന്നു വരേണ്ടത്, ഇതിൽ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നോക്കിയേ, ഇൻ കേസ് എ റിസർച്ച് സ്റ്റഡി ലീഡ്സ് ടു ദ ജനറേഷൻ ഓഫ് മോർ റിസർച്ച്, ദെൻ വി വിൽ സേ ഇറ്റ് കണ്ടെയ്ൻസ് ഹ്യൂറിസ്റ്റിക് വാല്യൂ. ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഒരു റിസർച്ച് സ്റ്റഡിയിൽ കൂടുതൽ അഡീഷണൽ റിസർച്ചിനായിട്ടുള്ള അവസരം ഒരുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ എന്ന് പറയും. ഹ്യൂറിസ്റ്റിക് വാല്യൂവിന്റെ അർത്ഥം എന്താ നോക്കിയേ, it refers to the potential of a study to inspire or stimulate further research or exploration in a particular field. കൂടുതൽ പഠനം, മുന്നോട്ടുള്ള പഠനം നടത്താനായിട്ടുള്ള പ്രേരണ ഉണ്ടോ എന്നുള്ളത്. ഹ്യൂറിസ്റ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമെങ്കിൽ നമുക്കിത് ശരിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻകറക്റ്റ് ആവാൻ കാര്യം ഇവിടെ ഡസ് നോട്ട് അലൗ എന്ന് പറയുന്നത് കൊണ്ടാണ്. നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? The discussion session does not allow freedom and flexibility എന്നാ പറയുന്നത്. പക്ഷേ does not allow എന്നാണോ പറയുന്നത്? ഒരിക്കലും അല്ല. അത് ഇൻകറക്റ്റ് ആവാനുള്ള റീസണും അതാ. ഡിസ്കഷൻ സെഷനിൽ റിസർച്ചർക്ക് അയാളുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ചർ ടു ഇന്റർപ്രറ്റ് ആൻഡ് അനലൈസ് ദെയർ ഫൈൻഡിങ്, ഡിസ്കസ് ദെയർ ഇംപ്ലിക്കേഷൻ, ആ റിസൾട്ട് കൊണ്ടുണ്ടാവുന്ന മറ്റ് അതെന്തിലേക്കൊക്കെ നയിക്കാം എന്നിങ്ങനെയുള്ള ഇംപ്ലിക്കേഷനും ഓൺ പേഴ്സ്പെക്റ്റീവും ഇൻസൈറ്റും ഒക്കെ പറയാനുള്ള ഇടമാണ്. അപ്പൊ ഡസ് നോട്ട് അലൗ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നും കാണാം. ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഈ കാലത്ത് ഇപ്പോൾ പുതിയ പരീക്ഷകളിലെ ചോദ്യപേപ്പറുകളിൽ കാണാൻ സാധിക്കും. നമ്മുടെ AIIMS ടെസ്റ്റ് സീരീസിൽ 2023 ഡിസംബറിലെ അടക്കം ഒരു 150-ലധികം 7,000 ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇതുപോലെ അവൈലബിൾ ആണ്. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്ത് പർച്ചേസും ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നു, ദി ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ ഇസ് ആൻ ഇഫക്റ്റീവ് സൊല്യൂഷൻ ടു ദ ഇഷ്യൂ ഓഫ് എക്സ്പെരിമെന്റർ ബയസ് ഇൻ റിസർച്ച്. 2 തരം മേജർ ബയസുകൾ ഉണ്ട്. പാർട്ടിസിപ്പന്റ് ബയസും ഉണ്ട്, എക്സ്പെരിമെന്ററുടെ അടുത്ത് നിന്നുള്ള ബയസും ഉണ്ട്. അപ്പൊ ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ ഇഫക്റ്റീവ് സൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. ചിന്തിച്ചു നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 2,
ദി പ്രോബ്ലം ഓഫ് എക്സ്പെരിമെന്റൽ ബയസ് ക്യാൻ ഓൾസോ ബി സോൾവ്ഡ് ബൈ നോൺ വെർബൽ ക്യൂവിംഗ് ഓഫ് ദി പാർട്ടിസിപ്പൻസ്. ക്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? സൂചനകൾ എന്നാട്ടോ. നോൺ വെർബൽ ക്യൂ. ഒരു ആൻസർ ഒക്കെ എഴുതാൻ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണു കാണിക്കും, എഴുതിക്കോ, അല്ലെങ്കിൽ വേറെ നോൺ വെർബൽ ക്യൂ എന്ന് പറയുക. ഇതൊക്കെയാണ് കേട്ടോ നോൺ വെർബൽ ക്യൂസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണോ തെറ്റാണോ ആലോചിച്ച് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ശരിയാണോ അതോ രണ്ടും തെറ്റാണോ? ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ ലോക്ക് ചെയ്യുക. നമുക്ക് കണ്ടു നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. കാര്യം എന്താ? ഡബിൾ ബ്ലൈൻഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസിനും അറിയില്ല, റിസർച്ചർക്കും അറിയില്ല ഏതാണ് കൺട്രോൾ ഗ്രൂപ്പ് എന്നും ഏതാണ് ടെസ്റ്റ് ഗ്രൂപ്പ് എന്നും. റിസർച്ച് 2 ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒന്ന് കൺട്രോൾ ഗ്രൂപ്പ്, അവർക്ക് പ്രത്യേക ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു മരുന്നിന്റെ ഫലം പരിശോധിക്കാനാണെങ്കിൽ അവർക്ക് പ്ലാസിബോ എന്ന് പറഞ്ഞാൽ മരുന്നൊന്നും ഇല്ലാത്ത ജസ്റ്റ് ഗുളികയായിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് അവരിലുണ്ടാവുന്ന മാറ്റങ്ങൾ പഠിക്കും. അതുപോലെ ടെസ്റ്റ് ഗ്രൂപ്പിൽ 10 പേഷ്യൻസ് കൺട്രോൾ ഗ്രൂപ്പാണെങ്കിൽ അവർക്ക് മരുന്നൊന്നും കൊടുക്കത്തില്ല, അവരിലെ മാറ്റങ്ങൾ നോക്കും. ഒരു അസുഖത്തിന്റെ പ്രോഗ്നോസിസും ഡയഗ്നോസിസും ഒക്കെ നമ്മൾ നോക്കുന്നതെങ്കിൽ ടെസ്റ്റ് ഗ്രൂപ്പിന് എന്ത് ചെയ്യും? മരുന്നുള്ള ഗുളികകൾ കൊടുക്കും. എന്നിട്ട് അവർ വന്ന മാറ്റങ്ങൾ പഠിക്കും. അപ്പൊ ഈ റിസർച്ചർക്ക് ഏതാണ് ടെസ്റ്റ് ഗ്രൂപ്പ് എന്ന് മുൻപേ അറിയാമെങ്കിൽ അവർ ബയസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അസുഖം ഇവർക്ക് മാറാനാണല്ലോ മരുന്ന് കൊടുത്തത്. ഞാൻ റിസർച്ച് നടത്തുന്നത് അസുഖത്തിന്റെ മരുന്ന് കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, സിംറ്റംസ് ഒക്കെ കുറയുന്നുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ ബയസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും അറിയാം എനിക്ക് ആ ശരിക്കുള്ള മരുന്ന് കിട്ടുന്നത്, എനിക്ക് മരുന്നല്ല കിട്ടുന്നതെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കിട്ടിയില്ല എന്നുള്ളവർ എന്ത് പറയും? എനിക്കിപ്പോഴും വേദനയുണ്ട്, എനിക്കിപ്പോഴും പ്രശ്നമുണ്ട്, നിങ്ങൾ മരുന്നല്ലല്ലോ തന്നത്, എന്നെ കൺട്രോൾ ഗ്രൂപ്പായിട്ടല്ലേ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടിയോ? അപ്പോൾ ഡബിൾ ബ്ലൈൻഡ്, സിംഗിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസിന് അറിയുന്നുണ്ടാവില്ല അവർക്ക് കിട്ടുന്നത് ശരിക്കുള്ള മരുന്നാണോ ശരിക്കുള്ള മരുന്നല്ലേ, അവർ ടെസ്റ്റ് ഗ്രൂപ്പാണോ കൺട്രോൾ ഗ്രൂപ്പാണോ എന്ന് അറിയില്ല. ഡബിൾ ബ്ലൈൻഡ് ആവുമ്പോഴോ റിസർച്ചർക്കും അറിയുന്നുണ്ടാവില്ല ഇതില് ആർക്കാ ശരിക്കും മരുന്ന് കൊടുത്തത് ആർക്കാ മരുന്ന് കൊടുക്കാത്തതെന്ന് റിസർച്ചർക്കും അറിയില്ല. അതാണ് ഈ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ എ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി നെയ്തർ ദി പാർട്ടിസിപ്പൻസ് നോർ ദി റിസർച്ചേഴ്സ് നോ ഹൂ ഈസ് ദി കൺട്രോൾ ഗ്രൂപ്പ് ആൻഡ് ഹൂ ഈസ് ദി എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടെസ്റ്റ് ഗ്രൂപ്പ് എന്നും പറയും. ഐഡിയ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇതൊക്കെ ആവർത്തിച്ച് ചോദ്യം വരാവുന്ന ഏരിയയാണ്. അപ്പോൾ ഈ ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റിലൂടെ പാർട്ടിസിപ്പന്റ് ബയസും ഒഴിവാക്കാം, എക്സ്പെരിമെന്റൽ ബയസും ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. ഞാൻ ഓരോ സ്ലൈഡും ഓരോ പോയിന്റും വായിക്കുന്നില്ല. നിങ്ങളുടെ ബുദ്ധിശക്തിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾ മിടുക്കരായിട്ടുള്ള ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന പിള്ളേരാണ്. നിങ്ങളും ഈ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷാ ഹാളിൽ പോയാൽ ഒരുപാട് പ്രയോജനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പഠിത്തം മാത്രം കൊണ്ടുപോയാൽ പോരാ, സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതേ റെലവൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് PYQവും പ്രാക്ടീസ് ചെയ്യണേ. ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദി പ്രോബ്ലം ഓഫ് എക്സ്പെരിമെന്റൽ ബയസ് ക്യാൻ ഓൾസോ ബി സോൾവ് ബൈ നോൺ വെർബൽ ക്യൂവിംഗ് ഓഫ് ദി പാർട്ടിസിപ്പൻസ്. അത് പറ്റുമോ? നോൺ വെർബൽ ആയിട്ട് പാർട്ടിസിപ്പൻസിന് ചില സൂചന കൊടുത്താൽ എക്സ്പെരിമെന്റൽ ബയസ് എങ്ങനെ സോൾവ് ആവും? തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ സ്റ്റേറ്റ്മെന്റ് 1 ശരി, സ്റ്റേറ്റ്മെന്റ് 2 തെറ്റ് എന്നുള്ള ഉത്തരം കിട്ടും. ഇവിടെ നോക്കിയേ, ഇഫ് റിസർച്ച് ഈസ് ഡൺ ടു ഫൈൻഡ് ഔട്ട് ബിഹേവിയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ബൈ അനലൈസിങ് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് ആൻഡ് അതർ മെറ്റീരിയൽ ഇറ്റ് ഈസ് നോൺ as. കീവേഡുകൾ നോക്കിയാൽ മതി. പാസ്റ്റ് റിസർച്ച് ആണോ, നോൺ ഒബ്സർവേഷണൽ റിസർച്ച് ആണോ, നോൺ പാർട്ടിസിപ്പന്റ് റിസർച്ച് ആണോ, ആർക്കൈവൽ റിസർച്ച് ആണോ. പഴയ ഡേറ്റയൊക്കെ എടുത്ത് വെക്കുന്നതിന് അല്ലെ വാട്സപ്പിലൊക്കെ ചാറ്റ് പോലും ആർക്കൈവ് ചെയ്യാൻ പറ്റും അല്ലേ. ആർക്കൈവ് എന്ന് പറഞ്ഞാൽ പഴയ രേഖകൾ എടുത്ത് വെക്കുന്നതെന്നാ. ആ അർത്ഥം അറിയാമെങ്കിൽ നമുക്കിവിടെ ആൻസർ കിട്ടി. ആർക്കൈവൽ റിസർച്ച് ആണ് എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ് ആൻഡ് അതർ മെറ്റീരിയൽ പരിശോധിച്ചിട്ട് ബിഹേവിയേഴ്സും ആറ്റിറ്റ്യൂഡിനെയും ഒക്കെ കണ്ടെത്താനായിട്ട് നടത്തുന്ന റിസർച്ച് എന്നുള്ള കാര്യം ഓർക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫർദറായിട്ട് ഇതിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആൻഡ് റെക്കോർഡ്സ് ടു ഫൈൻഡ് ഔട്ട് ഇൻഫർമേഷൻ അബൌട്ട് പാസ്റ്റ് ഇവന്റ്സ്, ബിഹേവിയേഴ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സോ ഓൺ. പിടികിട്ടിയല്ലോ. അത് എന്തും ആവാം. ന്യൂസ് പേപ്പറോ ലെറ്ററോ ഡയറിയോ ഫോട്ടോഗ്രാഫോ ഒക്കെ ആവാം എന്ന് പറയുന്നു. ഹിസ്റ്ററിയുടെ ഫീൽഡിലാണ്, അതുപോലെ സോഷ്യൽ സയൻസിലും ഹ്യൂമാനിറ്റീസിലും ഒക്കെയാണ് പൊതുവായിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ആറാമതായിട്ട് വരുന്നത്.
സർവേ റിസർച്ച് ഹാസ് ദി അഡ്വാൻറ്റേജ് ഓഫ് സാമ്പിളിംഗ് എ ലാർജ് നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ഹു ആർ സെലക്ടഡ് ഫോർ റിസർച്ച്. സർവേ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സർവേകളിൽ നിങ്ങളും പങ്കെടുത്തിട്ടുണ്ടാവും. ടെലിഫോൺ സർവേയിലൊക്കെ ഇത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോ, ഫുഡ് ഓർഡർ ചെയ്താൽ പോലും ചോദിക്കും സൂപ്പർ സ്റ്റാർ ഡെലിവറി ആണോ എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള റിസർച്ചാണ് സർവേ റിസർച്ച്. അതുപോലെ റിസർച്ചേഴ്സ് ഡു അഡ്മിനിസ്റ്റർ ദെയർ ഓൺ സർവേ ഡു നോട്ട് ഹാവ് മെനി ഓപ്ഷൻ എക്സെപ്റ്റ് ടു ഡു ഇറ്റ് ദംസെൽഫ്. ഈ ചില സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ തന്നെ തെറ്റാന്ന് മനസ്സിലാവും, ഇംഗ്ലീഷ് മനസ്സിലാവണം എന്നേ ഉള്ളൂ. ഇവിടെ എന്താ പറയുന്നത്? റിസർച്ചർക്ക് ഒറ്റയ്ക്ക് പോയിട്ട് സർവേ നടത്താനുള്ള ഓപ്ഷനേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്ന്. കേട്ടാൽ തന്നെ അറിയാലോ പൊട്ടത്തെറ്റാന്ന്. അപ്പൊ ആൻസർ എന്താന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചൊന്ന് ലോക്ക് ചെയ്തേ. നമുക്ക് ആൻസറിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്. കുറേ തവണ ഇതേ ആൻസർ വന്നുകൊണ്ട് എപ്പോഴും ഇത് തന്നെ വരണം എന്നില്ല കേട്ടോ. ഈ എടുത്ത ചോദ്യങ്ങളിൽ സി ഓപ്ഷൻ വന്നേ ഉള്ളൂ. സർവേ റിസർച്ച് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇവിടെ ഡേറ്റ ഒരുപാട് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് നിന്ന് ഗ്യാദർ ചെയ്യണമെങ്കിൽ എളുപ്പമുള്ള മെത്തേഡാണ്. ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഗ്രൂപ്പ് സ്റ്റഡിയോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഒക്കെ നടത്തണേ ഓരോരുത്തരായിട്ട് വിളിക്കണം. സർവേയിലാണെങ്കിലോ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഫോം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടാവാം, ടെലിഫോണിക് സർവേ ആവാം, വേഗത്തിൽ നടക്കും. അപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ പല ഓപ്ഷൻസ് പറഞ്ഞു, പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന എന്താ? ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ എന്നാണ്. അത് ശരിയാണോ? അല്ല. പല രീതിയിൽ ടെക്നോളജിയുടെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് സർവേ നടത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. 7 ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെന്റ് റിസർച്ച് ഡിസൈൻ ഹാവ് ഡിഫറെന്റ് അഡ്വാൻറ്റേജസ് അല്ലേ? വൺ ഷോട്ട് ഡിസൈൻ ഈസ് നോൺ ഫോർ ക്വിക്ക് റിസൾട്ട് ആൻഡ് എഫിഷ്യൻസി. വൺ ഷോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റ ഷോട്ട്. അപ്പോൾ പെട്ടെന്ന് നടക്കുമോ ഇല്ലേ? ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ചിന്തിച്ചു നോക്ക്. അടുത്തത് എ ലോഞ്ചിറ്റ്യൂഡനൽ ഡിസൈൻ. ക്രോസ് സെക്ഷണൽ റിസർച്ചും ലോഞ്ചിറ്റ്യൂഡനൽ റിസർച്ചും ഒക്കെ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ലോഞ്ചിറ്റ്യൂഡനൽ റിസർച്ച് ഓവർ എ ഡിഫറെന്റ് പീരീഡ് ഓഫ് ടൈം ആൻഡ് ട്രാക്ക് ചേഞ്ചസ് ഓവർ ദി പീരീഡ് ഓഫ് സ്റ്റഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാ ശരിയെന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ശരിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. സിയിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാ. വൺ ഷോട്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഡേറ്റ കളക്ട് ചെയ്ത് ഒറ്റയടിക്ക് റിസൾട്ടിലേക്ക് എത്തും. അതപ്പം ക്വിക്ക് റിസൾട്ടും എഫിഷ്യൻസിയും ഒക്കെ തരും. എക്സ്പ്ലോറേറ്ററി സ്റ്റഡീസ് റിസർച്ചർ വാണ്ട്സ് ടു ടെസ്റ്റ് എ ഹൈപ്പോതെസിസ് ക്വിക്ക്ലി ആൻഡ് ഇൻഎക്സ്പെൻസീവ്ലി. പെട്ടെന്ന് ഇൻഎക്സ്പെൻസീവായിട്ട് കിട്ടുന്നതാണ് വൺ ഷോട്ട് സ്റ്റഡി. ലോഞ്ചിറ്റ്യൂഡനൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ നീണ്ട കാലഘട്ടത്തിൽ ഒരേ ആൾക്കാരെ പഠിക്കുകയും പല സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈം പീരീഡുകളിൽ ഡേറ്റ കളക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. അവരുടെ ബിഹേവിയർ, ഒപ്പീനിയൻ ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, പാറ്റേണിലെ ചേഞ്ച് മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് അലൗസ് റിസർച്ചർ ടു ട്രാക്ക് ചേഞ്ചസ് ഓവർ ടൈം വിച്ച് ക്യാൻ ഹെൽപ്പ് ഐഡന്റിഫൈ ട്രെൻഡ്സ് ഓർ പാറ്റേൺ ഇൻ ബിഹേവിയർ. അങ്ങനെയാണ് 2 സ്റ്റേറ്റ്മെന്റ് ശരിയായത്. 8ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഹാസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ഇൻ മെനി ഏരിയാസ് ഓഫ് സ്റ്റഡി. ശരിയല്ലേ? ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനും അതിൻ്റെതായ പങ്കുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസ് ഹാവ് നോ പ്ലേസ് ഇൻ സോഷ്യൽ സയൻസ്. എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റുകൾ പൊതുവെ തെറ്റാവാറാണ് പതിവ്. നമുക്ക് നോക്കാം. ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഷുഡ് ബി ടോട്ടലി സെഗ്രിഗേറ്റഡ്. ഞാൻ എപ്പോഴും പറയുന്നേ, കാറ്റഗറൈസേഷൻ പറയും, അലുവ മുറിക്കുന്ന പോലെ മുറിച്ച് മാറ്റി വെക്കാൻ പറ്റുമോ? ഒരു സെപ്പറേഷൻ പൂർണ്ണമായിട്ടും സെപ്പറേറ്റഡ് ആവണം, സെഗ്രിഗേറ്റഡ് ആവണം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഹാസ് മെനി അപ്രോച്ചസ്. ശരിയാവണ്ടേ അല്ലേ? പല അപ്രോച്ചുകളും റിസർച്ചിന് ഉറപ്പായിട്ടും ഉണ്ടാവും. വിത്തിൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് റിസർച്ച് പെർസ്പെക്റ്റീവ് ഹാവ് എമേർജ്ഡ്. ക്വാളിറ്റേറ്റീവിനുള്ളിൽ തന്നെ പല സ്കൂൾസ് ഓഫ് തോട്ടും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ABC ആണോ, BCD ആണോ, CDE ആണോ, ADE ആണോ എന്ന് നോക്കുക. എയും ഡിയും ഇയുമാണ് ഇവിടെ ശരി. നമ്മൾ പറഞ്ഞതുപോലെ അല്ലേ, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ സയൻസിന് ഒരു പ്ലേസും ഇല്ല, മൊത്തത്തിൽ സെഗ്രിഗേറ്റ് ചെയ്യണം. അത് രണ്ടും തെറ്റാ, ബാക്കിയൊക്കെ ശരിയാ. A, D ആൻഡ് E ആണ് ശരിയായ ഉത്തരം. ഇതിൽ ഫർദർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും വേണമെന്നില്ല, അതിൻ്റെ അർത്ഥം തന്നെയാണ്. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് എന്താണെന്ന് അറിയാമല്ലോ. നമ്പേഴ്സിനെ പറ്റിയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ്. വൈഡായിട്ടുള്ള
ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഫർദറായിട്ടുള്ള സെഗ്രിഗേഷനും കാറ്റഗറൈസേഷനും ഇത് തമ്മിലുള്ള മിക്സപ്പും ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണത് ശരിയായി വന്നത്. 9. In quantitative research, descriptive and inferential statistics are employed. In qualitative research, scope of inquiry includes broad thematic concerns. ക്വാണ്ടിറ്റേറ്റീവില് ഇൻഫറൻഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് എംപ്ലോയിഡ് ആണെന്നും. സ്റ്റേറ്റ്മെന്റ് 2 ക്വാളിറ്റേറ്റീവില് ബ്രോഡായിട്ടുള്ള തീമാറ്റിക് കൺസേൺസ് ആണ് ഉള്ളതെന്നും പറയുന്നു. ഏതൊക്കെയാ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ക്വാണ്ടിറ്റേറ്റീവിലാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ വരുന്നത്. ക്വാളിറ്റേറ്റീവില് ബ്രോഡായിട്ടുള്ള തീമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യവും ഓർക്കുക. അതിനെപ്പറ്റിയുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സെഷനിലെ ഒടുവിലത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതിന്റെ അടുത്ത പാർട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റിലൂടെ അറിയിക്കുക. എത്രയും വേഗം ആ വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. അങ്ങനെ 10 യൂണിറ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളാണ് പ്ലാൻ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് 1. Applied research is concerned with generalization and formulation of a theory. അപ്ലൈഡ് റിസർച്ച് തിയറി ഫോം ചെയ്യാനാണോ? ഫണ്ടമെന്റൽ റിസർച്ച് എയിംസ് അറ്റ് ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം. ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ? ഇപ്പൊ സ്ഥിരം വരുന്ന ഒരു പാറ്റേൺ, ആദ്യത്തെ ഡെഫിനേഷൻ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടും ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഡെഫിനേഷൻ ആദ്യത്തെ പോയിന്റ് ആയിട്ടും തിരിച്ചും മറിച്ചും കൊടുക്കുന്ന കുറേ അധികം ചോദ്യങ്ങൾ കാണാറുണ്ട് ചോദ്യ പേപ്പറിൽ. അപ്പൊ നോക്കിയേ, ഇവിടുത്തെ ഉത്തരം എന്താവണം? ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ്. ഇവിടെ ഡെഫിനേഷൻ തിരിച്ചാ കൊടുത്തേക്കുന്നത്. അപ്ലൈഡ് റിസർച്ച് ആണ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഭാഗത്ത് വരുന്നത്. ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. തിയറി ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ഫണ്ടമെന്റൽ റിസർച്ചിന്റെ പാർട്ടാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് അപ്ലൈഡ് റിസർച്ചിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യവും ഓർക്കുക. 11ാമത്തെ ചോദ്യം മുതലുള്ളത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി പറയുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മികച്ചൊരു വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്.